ഇഡിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവനന്തപുരത്ത് CPMന്റെ പ്രവർത്തകർ നടത്തിയ ആക്രമണം അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവന അത് എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ്, അത് എത്രമാത്രം ഔചിത്യം നിറഞ്ഞതാണെന്നൊരു സംശയമുണ്ട്. കാരണം ആ ആക്രമണം നടക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ സമീപത്ത് ഈ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു, പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ കൈപൊക്കി കാണിച്ചരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പാർട്ടി പ്രവർത്തകർ ആ ആക്രമണത്തിന് തയ്യാറാകുമായിരുന്നില്ല. CPMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി മറ്റേ കേസുകളിൽ പ്രതി ആണെന്നുള്ളതും ബാക്കിയുള്ളതും ഒക്കെ അവിടെ നിൽക്കത്തില്ല. ബിനീഷ് കൊടിയേരി കാണിച്ച ഒരു വിവേകം പോലും കാണിക്കുവാൻ കഴിയാതിരുന്ന MV ഗോവിന്ദനാണ് ഇപ്പോൾ ഇങ്ങനൊരു കുമ്പസരം നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം നടത്തി ചോദിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. അത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും CPMന്റെ നേതാക്കന്മാരും എല്ലാവരും കൂടി ചേർന്ന് പതിവ് ഒത്തുകളി നടത്തിയാൽ പോലും അതിൽ പോലും രക്ഷപ്പെടാനാവാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യം. PMO ആണ് ഇടപെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട്. ഇപ്പം മാധപ്പടി കേസും ശബരിമല കേസും കള്ളക്കടത്ത് കേസും അതിലെ കേരള സർക്കാരിൻ്റെ മദ്യനയവും വിവാദവും ഒക്കെ നിൽക്കട്ടെ, നമുക്ക് NSSലേക്ക് തന്നെ വരാം. NSS സംസ്ഥാനത്തെ ഒരു വലിയ സാമുദായിക സംഘടനയാണ്. അത് നായർ സമുദായത്തിൻ്റെ ക്ഷേമമാണ് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അത് നിയമപരമായി സൊസൈറ്റിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിന് ഒരു തരത്തിലുള്ള വിലക്കുകളുമില്ല, നിയന്ത്രണങ്ങളുമില്ല, നിരോധനങ്ങളുമില്ല. ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി ആ സംഘടന പര്യാപ്തമാണ്. അങ്ങനെ നടക്കുന്ന ഒരു സംഘടന, ആ സംഘടന സമുദായ സംഘടനകൾ പലതിനും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ളപ്പോഴും ഈ സംഘടനയ്ക്ക് ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ളത്. നിഷ്പക്ഷ നിലപാട് എന്ന് പറയുന്ന, നിഷ്പക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപമായിരിക്കുന്ന സമദൂര സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തമാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് അവർ പിന്തുടരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും താല്പര്യമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, ഞങ്ങൾ രാഷ്ട്രീയത്തിലില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടന. പക്ഷെ ഒരു കാലത്ത് ഇത് NDP എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരിക്കെ അത് രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായിരുന്നു. അതിന് MLA മാരുണ്ടായിരുന്നു, അതിന് മന്ത്രി ഉണ്ടായിരുന്നു. അത് സംസ്ഥാന സർക്കാരിനെ ചില ഘട്ടങ്ങളിൽ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അത് അക്കാലം. ഇപ്പോൾ NSS സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നല്ല, രാഷ്ട്രീയ നേതാക്കൾക്ക് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും അതിൻ്റെ ആസ്ഥാനത്ത് എത്തിച്ചേരുന്നതിനും അതിൻ്റെ ജനറൽ സെക്രട്ടറിയെ കാണുന്നതിനും മന്നത്ത് എന്ന് പറയുന്ന അതിൻ്റെ പരമാചാര്യനായ നേതാവിൻ്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് പോലും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങൾ ഒരു സംഘടന എന്ന നിലയിൽ ആ സംഘടനയ്ക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ആ സംഘടന നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങൾ അനുസരിക്കേണ്ടതുമാണ്. അതും അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹം ആ സമുദായക്കാരനാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞാ വേളയിൽ അത് പ്രഖ്യാപിക്കുകയും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഇനീഷ്യലിനെ മുഴുവൻ പറഞ്ഞപ്പോഴാണ് ആൾക്കാർ പലരും ഒരുപക്ഷെ ആ തരത്തിൽ ചിന്തിക്കാൻ പോലും തുടങ്ങിയിരുന്നത്. അതും മറ്റൊരു വിഷയമാണ്. അപ്പോൾ ആ NSS സംഘടനയുമായി കലഹത്തിലാണ് ഈ VD സതീശൻ കലഹത്തിലായിരുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തിന് കലഹമുണ്ടാക്കാം, അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കലഹമുണ്ടാക്കാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ നയങ്ങൾ, അതും അവിടെ നമുക്ക് ശരിയാക്കാം. അവിടെ വരെ ശരിയാണെന്ന് പറയാം. എന്നാൽ സംഘടനയുടെ പ്രതിനിധിയായിരിക്കുന്ന ആളാണ് സംഘടനയുടെ തലപ്പത്തുള്ളത്. അത് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന VD സതീശനും തിരിച്ചറിയാവുന്ന, ഒരു കാലത്ത് ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന G സുകുമാരൻ നായരാണ്. VD സതീശന് വ്യക്തിപരമായി NSSനോട് വിയോജിപ്പുണ്ടാകാം, എതിർപ്പുണ്ടാകാം, അത് മറ്റൊരു ഭാഗം. പക്ഷേ സംഘടനയുടെ ആസ്ഥാനത്ത് VD സതീശന് അഹിതകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ മുഖ്യമന്ത്രി VD സതീശൻ വെച്ച് പുലർത്താൻ കഴിയുമോ, വെച്ച് പുലർത്തുന്നത് ശരിയാണോ എന്നുള്ളൊരു അടിസ്ഥാന ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. ആ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാനും പെരുമാറാനും കഴിയുമോ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇനിയിപ്പം അനുഭവം ഉണ്ടായെങ്കിൽ, മോശം അനുഭവം ഉണ്ടായെങ്കിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ സംസ്ഥാന മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെല്ലുവിളിക്കാനും ഭീഷണിപ്പെടുത്താനും തയ്യാറാകുന്നതും ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. അതും ശരിയാണല്ലോ. സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ, സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിക്കാനും
ഒക്കെ തയ്യാറാവുന്നത് എത്രമാത്രം യോഗ്യമാണ്, എത്രമാത്രം ഉചിതമാണ് എന്ന് മറ്റൊരു ചോദ്യവുമുണ്ട്. NSS എന്ത് ചെയ്യാനാവുമെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രഭാതത്തിൽ NSS വിചാരിച്ചാൽ ഈ സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കാനാവുമോ? സംസ്ഥാന സർക്കാരിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകൾ ഉണ്ടാവണം എന്ന് നിഷ്കർഷിച്ച ആഗ്രഹം പ്രകടിപ്പിച്ച ആളാണല്ലോ ഇത്. പക്ഷെ പെട്ടെന്ന് ഇപ്പോഴെന്താ സംഭവിച്ചത്? NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നല്ലോ ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ ശ്രീ ബി ഗണേഷ് കുമാർ, ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ മകനായിരുന്ന ബി ഗണേഷ് കുമാർ. അപ്പോൾ അദ്ദേഹം അവിടെ മന്ത്രിയായിരുന്നിട്ട് NSSന് എന്ത് നേട്ടമുണ്ടായി, എന്ത് സാധിക്കാൻ കഴിഞ്ഞു, NSSന് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ശബരിമല വിഷയങ്ങളിൽ പല ന്യായം പറഞ്ഞ് പല സമയത്ത് പല നിലപാടുകളെടുത്ത് നോക്കുകയും ചെയ്തിട്ടുണ്ട് NSS. എന്നിട്ട് എന്തുണ്ടായി? അപ്പോൾ ഇതൊക്കെ സമുദായത്തിൻ്റെ താല്പര്യത്തിന് പ്രകാരമാണോ അതോ ജനറൽ സെക്രട്ടറിയുടെ വ്യക്തിപരമായ താല്പര്യമായിരുന്നോ എന്നുള്ള ചർച്ചകൾ പോലും വിവാദങ്ങൾ പോലും നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നടക്കുന്നുമുണ്ട്. വ്യക്തി താല്പര്യമാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ 2 വട്ടം അഭ്യർത്ഥിച്ചിട്ടും NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി കൊടുത്തില്ല എന്ന് പറയുന്നത് അത് വാസ്തവമാണെങ്കിൽ അത് ഏറെ ഗുരുതരമായ ഒരു വിഷയമാണ്. കാരണം മുഖ്യമന്ത്രിയാണ് VD സതീശൻ. 2026 മെയ് 18 തലസ്ഥാനത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തിയ ഒരു സത്യപ്രതിജ്ഞയുണ്ട്. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ആ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. ആ പ്രതിജ്ഞയിൽ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ ഒരാളോടും വിദ്വേഷമോ വെറുപ്പോ വെച്ചു പുലർത്തുകയില്ലെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറുകയില്ലെന്നും ആണ് അദ്ദേഹം പ്രതിജ്ഞ നടത്തിയത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറയുന്നത് ശരിയാണെങ്കിൽ ആ പ്രതിജ്ഞയുടെ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണോ? ആകാൻ പാടില്ല. അത് തിരുത്തേണ്ടതുണ്ട്. കാര്യം വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ശത്രുത പോലും ഉണ്ടായിരുന്നെങ്കിൽ ആ ശത്രുതയെല്ലാം മറന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പേരുടെയും മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ ഏതെങ്കിലും തരത്തിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും മനോഭാവം വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടുകൂടിയോ വ്യക്തിപരമായ വിരോധത്തിൻ്റെ പേരിലോ പെരുമാറ്റത്തിലോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്. അത് ജനാധിപത്യ സംവിധാനത്തിൽ ശരിയല്ല എന്നുള്ളത് മറ്റൊരു വിഷയം. പിന്നെ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ അതിനെ താഴെ ഇറക്കുവാൻ വേണ്ടിയോ അല്ലെ അതിനെ ശല്യപ്പെടുത്തുവാൻ വേണ്ടിയോ അതിനെ അലോസരപ്പെടുത്തുവാൻ വേണ്ടിയോ നടത്തുന്ന ശ്രമങ്ങൾ അത് ജനാധിപത്യ സംവിധാനത്തിൽ എത്രമാത്രം ശരിയാണെന്നും എത്രമാത്രം വെച്ച് പൊറിപ്പിക്കുമെന്നും അത് തടയേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ജനതയ്ക്കറിയാം, സംസ്ഥാന സർക്കാരിനറിയാം, സംസ്ഥാന സംവിധാനത്തിനറിയാം. അത് അവിടെ നിൽക്കട്ടെ. NSS ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പം ഭരണകൂടത്തിനെതിരെ NSS പങ്കെടുത്ത 3 പ്രധാനപ്പെട്ട വലിയ സമരങ്ങൾ ഉണ്ട്. ആ സമരങ്ങളുടെ ചരിത്രവും അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് വിശകലനം ചെയ്യുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ലെങ്കിലും 3 പ്രധാനപ്പെട്ട സമരങ്ങളുണ്ട്. ഒന്ന് വിമോചന സമരമായിരുന്നു. ആ വിമോചന സമരത്തിൻ്റെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. അതിനകത്ത് NSSന് വലിയൊരു റോളുണ്ടായിരുന്നു. രണ്ടാമത് നിലയ്ക്കൽ സമരമായിരുന്നു. ശബരിമലയ്ക്ക് ഭൂമി കയ്യേറ്റം, ശബരിമലയെ തകർക്കൽ തുടങ്ങിയ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ നടന്ന നിലയ്ക്കൽ സമരം എന്ന പ്രസിദ്ധമായ സമരം. ആ സമരത്തിൽ NSS പങ്കെടുത്തിട്ടുണ്ട്. ശബരിമലയിൽ ആചാരലംഘനം നടന്ന സമയത്ത് ആ സമരത്തിൽ അതിലെ പ്രതിഷേധങ്ങളിൽ NSS മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ആ NSS പങ്കെടുത്ത് വിജയിച്ച ആ സമരങ്ങൾ നയിച്ചതാരായിരുന്നു? ആ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് സംഘടനകൾ ആരായിരുന്നു? അതിൻ്റെ പിൻബലമാരായിരുന്നു? ആരായിരുന്നു അതിൻ്റെ ആസൂത്രകർ? അതിൻ്റെ വിജയശില്പികൾ ആരായിരുന്നു എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ശരിയാണ്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ, സന്ദർശനാനുമതി ഏതെങ്കിലും കാരണത്താൽ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ സംവിധാന പ്രകാരം സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അത് പാടില്ലാത്തതായിരുന്നു. രണ്ടാമത്, സംസ്ഥാന സർക്കാരിനെതിരെ ഈ തരത്തിൽ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തൽ അത് NSS പോലെയുള്ള ഒരു സംഘടനയ്ക്ക് ഭൂഷണമല്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ. കേരളം വലിയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് ഈ തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പേരിൽ ഉണ്ടാക്കുന്ന പ്രകടനങ്ങളും പ്രദർശനങ്ങളും അത് അനിവാര്യമല്ല, അനാവശ്യമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അത്രമാത്രം പറയുന്നു. നമസ്കാരം. വീണ്ടും കാണാം.